ഇന്നലെ രാത്രി കർസോക്കിൽ നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ റഫ് ടെറൈനിൽ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ടയറിലെ കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഇൻഫ്ലേറ്റർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. ഇതേതായാലും ഈ പണിക്ക് പറ്റിയതല്ല എന്ന തീരുമാനമായി. കർസോക്ക് ഒരു ചെറിയ ഗ്രാമമാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് നേരെ നോക്കുന്നത് സോമൊരീരിയാണ്. ഇന്നൊരു ഈസി ഡേ ആക്കി എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. നാളെ രാവിലെ ഞങ്ങൾക്ക് ഇവിടുന്ന് മണാലിയിലേക്ക് പോകണം. ഞങ്ങൾ സോമൊരീരിയുടെ മറുകരയിൽ കൂടെ ഒരു ഡ്രൈവിന് പോയി. ഈ റോഡ് ചുമാർ എന്ന് പറയുന്ന ചൈനീസ് ബോർഡറിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കർസോക്ക് വില്ലേജും അതേപോലെ തന്നെ അതിൻ്റെ പുറകിലുള്ള സ്നോ ക്യാപ്ഡ് മൗണ്ടൻസും കാണാൻ സാധിക്കും. സോമൊരീരി അല്ലെങ്കിൽ ലേക്ക് മൊരീരി ടിബറ്റൻ ഭാഷയിൽ മൗണ്ടൻ ലേക്ക് എന്നാണ് അർത്ഥം. ഇത് സ്ഥിതി ചെയ്യുന്നത് 14,836 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ഇന്ത്യയിലെ എല്ലാ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലേക്സിലും ഏറ്റവും വലുതാണ് സോമൊരീരി. ഉപ്പുവെള്ള തടാകമാണിത്. പ്രകൃതി ഭംഗി ഇവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും നമ്മൾക്ക് ആസ്വദിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെയാണ് ഷെപ്പേർഡ്സ് അവരുടെ ആടുകളെ ഗ്രൂപ്പ് ചെയ്യുന്ന സ്ഥലം. ഇവ ഈ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണാം. ആടുകൾ കൊമ്പുകൾ കൊഴിച്ചതാണിത്. മുന്നിലേക്ക് പോയെങ്കിലും ITBP ചെക്ക് പോയിന്റിൽ ഞങ്ങളെ തടഞ്ഞു. ഇനി മുന്നോട്ട് സിവിലിയൻ ആക്സസ് ഇല്ല എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു. സോമൊരീരിയുടെ വെസ്റ്റേൺ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോയി. ഇവിടെ നിന്നാൽ കർസോക്ക് വില്ലേജിൻ്റെ വേറൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാടോടികളുടെ ഒരു പോപ്പുലേഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് കുറച്ചൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. 1947 വരെ കർസോക്ക് ഒരു സെൻട്രൽ ഏഷ്യൻ ട്രേഡ് റൂട്ടായിരുന്നു. ഇവരന്ന് അവരുടെ ലോക്കൽ ബുള്ളായ പഷ്മീനയും അതുപോലെ ഇവിടെ നിന്നുള്ള ഉപ്പുപാടങ്ങളിൽ നിന്നുള്ള ഉപ്പും കൊടുത്താണ് ആക്ച്വലി അവർക്കുള്ള ഗ്രെയിൻസും അതേപോലെ തന്നെ അവരുടെ സാധനങ്ങളും വാങ്ങിയിരുന്നത്. വർഷത്തിൽ കൂടുതൽ മാസങ്ങളും ഇവിടെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചേഴ്സ് ആണ്. വളരെ ചുരുങ്ങിയ ഒരു സമ്മർ കാലയളവിൽ തന്നെ ഇവിടെ തണുപ്പ് തന്നെയാണ്. നേരത്തെ ഞങ്ങൾ തിരിച്ചു വന്ന ITBP ചെക്ക് പോയിന്റും ഇവിടെ നിന്നാൽ കാണാം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ലേഡിയാണ്. പേര് സോനം. പുള്ളിക്കാരത്തി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പക്ഷേ ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യും. തണുപ്പ് കാലത്തെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളോട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വിന്ററിൽ ഈ ലേക്ക് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആവും. ഇവരുടെ കാലികളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി ഈ ഫ്രോസൺ ലേക്കിൻ്റെ മേലെ കൂടിയാണ് നടക്കാറ്. ഇവർ ഈ വിന്ററിൽ തന്നെ ഇവിടെയുള്ള കുട്ടികൾക്ക് ട്യൂഷനും എടുക്കാറുണ്ട് അത്രേ. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഗ്രാമത്തിൽ കൂടെ കുറച്ച് നടന്നു. ആടുകളുടെ രോമം കൊണ്ട് ഇവിടെ ഷോൾസും ക്യാപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. മൗണ്ടൻ വ്യൂ കഫേയിൽ നിന്നാണ് ഞങ്ങൾക്കിന്ന് ലഞ്ച്. ഭക്ഷണം ഇവിടെ വളരെ ബേസിക് ആണ്. പക്ഷേ കാഴ്ചകളാണ് നമ്മൾക്ക് മെമ്മറിയിൽ ഉണ്ടാവുക. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് തീരെ കിടന്നുറങ്ങാൻ സാധിച്ചില്ല. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു. റൂമിലുള്ളതിനെക്കാട്ടും സുഖം കാറിനുള്ളിലാണ്. സുമഡോ എന്ന ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടുന്ന് തന്നെ ഒരു 20 ലിറ്റർ ഡീസൽ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചു. ഹിമാചൽ പ്രദേശിലുള്ള കിലോങ്ങിൽ എത്തുന്നത് വരെ ഇനി ഇത് മതിയാകും. വെളുത്ത കളറായി കാണുന്നതൊക്കെ ഉപ്പുപാടങ്ങളാണ്. ഡെബ്രിങ് എന്ന സ്ഥലത്തെത്തി ഞങ്ങൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് ലേ മണാലി ഹൈവേയിലേക്ക് പ്രവേശിച്ചു. നീണ്ടു നിവർന്നു കിടക്കുന്ന മോറേ പ്ലെയിൻസും കടന്ന് ഞങ്ങൾ പങ്ങിലേക്ക് പ്രവേശിച്ചു. പങ്ങിന് ശേഷമാണ് ഈ വഴികൾ. ഈ ഭാഗങ്ങളിൽ ഒരുപാട് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നുണ്ട്. സർച്ചു എന്ന സ്ഥലം എത്തുന്നതിന് മുമ്പുള്ള റോഡുകളാണിവ.
സർച്ചു ലഡാക്കും ഹിമാചൽ പ്രദേശും തമ്മിലുള്ള ബോർഡറാണ്. ഇനി ഞങ്ങൾക്കുള്ളത് ബാരാലാസ്ല പാസ്സാണ്. മുന്നോട്ട് പോകുന്തോറും സ്നോ കൂടി വരുന്നതായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാരാലാസ്ല ടോപ്പിലെത്തി. ഇത് സ്ഥിതി ചെയ്യുന്നത് 15,910 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. സമ്മറിൻ്റെ എൻഡിൽ ഞങ്ങൾ ഇത്രയും സ്നോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല. മഞ്ഞിലൊക്കെ ഒരുപാട് കളിച്ച്, ഒരുപാട് ആസ്വദിച്ച്, ഒരുപാട് ഫോട്ടോസും വീഡിയോയും എടുത്ത് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. കുറച്ച് മുന്നിലെത്തിയപ്പോഴേക്കും ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു. ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടു. അത് കഴിഞ്ഞ് വൺ വേ ട്രാഫിക്കായി ഞങ്ങളെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. ജിസ്പയ്ക്ക് ശേഷം കെലോങ്ങിലേക്കുള്ള വഴിയാണിത്. കിലോങ്ങിലെത്തി ഞങ്ങൾ ഡീസലൊക്കെ ടോപ്പപ്പ് ചെയ്തപ്പോഴാണ് ആശ്വാസമായത്. നേരം വൈകിയതിനാൽ അടൽ ടണലിൻ്റെ നോർത്ത് പോർട്ടൽ എൻട്രൻസിൽ ഞങ്ങൾ നിർത്തിയില്ല. ഇതിപ്പോൾ 10,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിന് എബവ് ഉള്ള വേൾഡിലെ ലോങ്ങസ്റ്റ് സിംഗിൾ ട്യൂബ് ഹൈവേ ടണലാണ്. ഇതിൻ്റെ നീളം 9.02 കിലോമീറ്റേഴ്സാണ്. ശ്രീനഗർ ലേ ഹൈവേയിലുള്ള ചെനാനി നസ്രി ടണൽ 9.28 കിലോമീറ്റർ ദൂരമാണെങ്കിലും അത് ലെസർ ഓൾട്ടിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണാലിയോട് അടുക്കുന്തോറും ട്രാഫിക്കും കൂടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഞങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്.
ഈ റെസ്റ്റോറൻറ്റിൽ അവരുടെ തന്നെ പെറ്റ് ഡോഗ്സ് ഉണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ് ഇവ. ഇന്ന് ഞങ്ങൾക്കൊരു ലോങ് ടയറിംഗ് ഡേ ആയിരുന്നു.